ഡിവൈൻ ഹിൽ മലയാളം ഡയലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവർക്ക് നിങ്ങളോട് ജലസ് ഉണ്ടോ അസൂയ ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് ചാനലാണ്. ആദ്യത്തെ ചാനൽ ഇപ്പോൾ അത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ദയവായി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് 2000 കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ എത്ര സപ്പോർട്ട് തന്നു എന്ന് അതിൽ തന്നെ നമുക്ക് അറിയാം. ഒരുപാട് നന്ദിയുണ്ട് അതിൽ. അപ്പോൾ നമുക്ക് നോക്കാം, അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ? എന്തിനാണ് അസൂയ? അപ്പം നിങ്ങളുടെ വ്യക്തിക്കാണ് കേട്ടോ. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ? അല്ലെങ്കിൽ എന്തിനാണ്? ഉണ്ടെങ്കിൽ അതെന്താണ്, എന്തിനാണ്? അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. പിന്നെ ടൈംലെസ് ആണ്, കളക്റ്റീവ് ആണ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്രൈറ്റ് 4 ഓഫ് കപ്സ് ആണ് അതിൻ്റെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഹാങ്ഡ് മാനാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതില് ആദ്യം തന്നെ വന്നത് ഒരു 5 സോർട്സ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് ഒരു ജലസുണ്ട്, ഒരു വൈരാഗ്യമുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് ശരിക്കും നിങ്ങളോട് അവർ മത്സരിക്കുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ മത്സരിച്ചിട്ട് കാര്യമില്ല, ജയിച്ചത് നിങ്ങളാണ്. അപ്പോൾ അവർക്ക് നേരത്തെ മുതൽ നിങ്ങളോട് മത്സരമായിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷേ അവരെന്തൊക്കെ ചെയ്തിട്ടും, അവർ ജയിക്കാൻ എത്ര ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ശരിക്കും അസൂയുണ്ട് നിങ്ങളോട് തന്നെ കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് കപ്സ് ആണ്. നിങ്ങളോട് സ്നേഹമുണ്ട് കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും സ്നേഹമില്ലായ്മയൊന്നുമില്ല, സ്നേഹമുണ്ട്. ഉള്ളിനുള്ളിൽ നല്ല സ്നേഹമുണ്ട്. പക്ഷേ ഒരു കാര്യം വെച്ചാൽ
ഈ വളരെ മെച്യൂർഡ് ആയ ആളൊന്നുമല്ല ഈ വ്യക്തി. പ്രായം ഉണ്ടായിരിക്കാം അവർക്ക് പക്ഷെ ആ പ്രായത്തിനനുസരിച്ചുള്ളൊരു മെച്യൂരിറ്റി ഒന്നുമില്ല. കാരണം ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ എത്ര സ്നേഹം തോന്നിയാലും എത്ര സിൻസിയർ ആയാലും വേറൊരാൾ നിങ്ങളെക്കുറിച്ച് ഒരു കുറ്റം പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ഇവരുടെ ഒരു കുഴപ്പം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി ഇവർ നല്ലൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർ ആരെങ്കിലും ചിലപ്പോൾ ഒരു നെഗറ്റീവ് പറഞ്ഞാൽ അപ്പോൾ തിരിച്ച് ചിന്തിക്കുന്നു, അത് ശരിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു ടൈപ്പാണ്. മെച്യൂരിറ്റി കുറവാണെന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ശരിക്കും ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വേറെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ വേറൊരു ചോയ്സ് വന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വന്നത്. ഈ ചീറ്റിംഗ് വന്നത്, 5 സോഴ്സിൻ്റെ എനർജി വന്നത് ചീറ്റിംഗ് ആണ്. അപ്പോൾ ആ ചീറ്റിംഗ് ഒക്കെ വന്നത് വേറൊരു ചോയ്സ് വർക്ക് വന്നത് കൊണ്ടാണെന്ന് കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് മനസ്സിലാകുന്നുണ്ട് എത്രമാത്രം ചോയ്സ് ഉണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് അവരുടെ ആ ഒരു ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലത് വേറെ പല കണക്ഷൻസ് ഇവർക്ക് വന്നെങ്കിലും അവരെയൊന്നും ഹൃദയത്തിൽ ചേർക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ നിങ്ങളോടൊരു വൈരാഗ്യമുണ്ട്. പിന്നെ ചാരിയട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് അവരാഗ്രഹമുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നു. ചിലപ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നിങ്ങളത് അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു ചിലപ്പോൾ ഈ ആളില്ലാത്തത് കൊണ്ടോ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിലോ നിങ്ങൾ സംതൃപ്തരല്ലായിരിക്കാം. പക്ഷെ ഈ വ്യക്തി വിചാരിക്കുന്നത് ശരിക്കും പ്രോഗ്രസ്സിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ വളരെ ഹാപ്പിയാണ് നിങ്ങളുടെ ലൈഫിൽ എന്നവർ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ മനസ്സിൽ ഈ വ്യക്തി ഇല്ലാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പ്രോഗ്രസിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല, സന്തോഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഇവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടൊരു അസൂയ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ 6 സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പം ശരിക്കും നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോയി എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ഇത്രയും നാള് ക്യാരി ചെയ്തിരുന്ന ആ ഒരു ബാഗേജ് ഒക്കെ നിങ്ങൾ റിലീസ് ചെയ്തിട്ട് നിങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് ആണ് യഥാർത്ഥത്തിൽ. ഈ ഒരു റീഡിങ് കാണുന്നവർക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എന്ന് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും നിങ്ങളും അവരും ചിലപ്പോൾ ഒരിക്കലും ഒരുമിച്ചായിരിക്കില്ല. അങ്ങനെ 2 ധ്രുവങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് രണ്ട് സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയവരായിരിക്കും. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവരിപ്പം മനസ്സിലാക്കുന്നു നിങ്ങൾ പോയതിന് ശേഷം നിങ്ങൾക്ക് പ്രോഗ്രസ് ആണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോയിട്ടില്ല, അത് അവർക്കറിയാം. പിന്നെ ഒരു 7 സോഴ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ അതിൽ ശരിക്കും നിങ്ങൾ ഒരു ട്രിക്കുള്ള ആൾക്കാരാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർ നല്ലതായിട്ടായിരിക്കും പെരുമാറുന്നത്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ഇപ്പോൾ ബ്രേക്കപ്പ് പോയ ആൾക്കാരായാലും ചിലപ്പോൾ ഒക്കെ വിളിക്കുമ്പോൾ നിങ്ങളോട് വളരെ കൂളായിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അങ്ങനെ ഇവരില്ലാതെ രക്ഷപ്പെടുന്നത് അവർക്ക് താല്പര്യമില്ല. അതാണ്. അപ്പം ഇവരുണ്ടെങ്കിൽ ഓക്കെ, അവർ മൂലമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്നുള്ളൊരു ചിന്ത അവർക്ക് വരും. പക്ഷേ ഇവരില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ അതിലവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അവർക്ക് അസൂയ ശരിക്കും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. പിന്നെ ഒരു 4 സോഴ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും റിലാക്സ് ചെയ്യുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ വളരെ റിലാക്സ് ചെയ്ത് ജീവിക്കുന്നു, നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അതിലും ശരിക്കും അവർക്കൊരു ദേഷ്യമുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇവർ ഒരുപാട് ടെൻഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ പോയതിനു ശേഷം അവർക്ക് പിടിച്ചാൽ കിട്ടാതെ അത്രയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർ നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവർ നോക്കുമ്പോൾ നിങ്ങൾ അവരെക്കാളും വളരെ ഉയർന്ന നിലയിലാണ് എന്നാണ്.
പിന്നെ ഒരു 3 ഓഫ് സോൾസിന്റെ എനർജിയാണ്. തീർച്ചയായിട്ടും അവർക്ക് പെയിൻ ഉണ്ട്. നിങ്ങളോട് അസൂയയും ഉണ്ട്, അവർക്ക് പെയിനും ഉണ്ട്. നിങ്ങളില്ലാതെ അവർക്ക് പറ്റുന്നില്ല. പക്ഷെ നിങ്ങളില്ലാതെ ഉയർച്ച അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അല്ല സോറി, അവരില്ലാത്തൊരു ഉയർച്ച അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അവരിവിടെ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വലുതായി പോയി കഴിഞ്ഞാൽ അത് പറ്റൂലല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുമെന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ ഒരു വേസ് ഓഫ് പെനക്കിൾസിന്റെ എനർജിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ കുറെ ഓഫറുകൾ വന്നിട്ടുണ്ടായിരിക്കാം, വേറെ കുറെ സാഹചര്യങ്ങൾ നിങ്ങളെ തെറ്റി വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ആയിട്ടും നിങ്ങൾ ശരിക്കും ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടായിരിക്കാം. പുതിയ പുതിയ ഓഫർ നിങ്ങൾക്ക് ഫിനാൻഷ്യലി വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവർ വിചാരിക്കുന്നു അതിൽ നിന്നൊക്കെ നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പൈസ ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇനി ആവശ്യമില്ല എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ വീണ്ടും 7 ഓഫ് സോൾസ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത് ആവർത്തിച്ച് വന്നപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതൊരു ചീറ്റിംഗ് എനർജിയാണ്. അപ്പോൾ അവർ ഒരിക്കലെങ്കിലുമൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് പൊങ്ങി പോകണ്ട, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു ട്രാപ്പിൽ പെട്ടോട്ടെ, എന്നിട്ട് അവരെ വിളിച്ചോട്ടെ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവരോട് നിങ്ങൾ കുറച്ചൊന്ന് താഴ്ന്നു നിന്നോട്ടെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. കാരണം ചിലപ്പോൾ ഇപ്പം അവരെ മൈൻഡ് ചെയ്യാൻ പോകണുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങൾ വളരെ അന്തസ്സോടെ ജീവിച്ച് കാണിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അവർ ചിന്തിക്കുന്നത് അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇവരില്ലാത്തൊരു വിജയം നിങ്ങൾക്ക് വേണ്ട എന്നവർ ചിന്തിക്കുന്നുണ്ട്. 7 ഓഫ് കപ്സ് ആണ്. ശരിക്കും ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവരെ വിട്ടിട്ട് പോയിട്ടും നിങ്ങൾക്കൊരു ഉയർച്ച വന്നത് എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അത് അവർ ആലോചിക്കുന്നുണ്ട്. പിന്നെ 3 ഓഫ് വാണ്ട്സ് ആണ്. ഇതിൽ കുറച്ച് ആൾക്കാർ നിങ്ങൾ വേറെ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കാം. അവർ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. അവർ എന്തുകൊണ്ടായിരിക്കും അവരെ വിട്ടിട്ട് പോയിട്ടും നിങ്ങൾ നന്നായി പോയത് എന്നൊരു ചിന്തയാണ് അവർക്ക്. അപ്പോൾ അത് ആലോചിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അതങ്ങനെ തന്നെ കാണുന്നുണ്ട് കേട്ടോ. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഇത് വീണ്ടും കുറച്ച് കാർഡ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പുതിയ എന്തോ ഒരു കാര്യം തുടങ്ങി അതിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ 2 ഓഫ് സോൾസും 2 ഓഫ് വാണ്ട്സും വന്നിട്ടുണ്ട്. കൺഫ്യൂഷനാണ് അവർക്ക്, ഒന്നിനും ക്ലാരിറ്റി ഇല്ല. അവർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഉയർന്നു പോയതും അവർക്ക് പ്രശ്നങ്ങൾ വന്നത് എന്തുകൊണ്ടെന്ന് അവർ ചിന്തിക്കുന്നു. പിന്നെ 10 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു കാര്യം എൻ്റെ ആയി, അപ്പോൾ ഈ എൻ്റെ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ തുടക്കം വന്നതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങൾക്കാണ് എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം നിങ്ങൾ ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വളരെയധികം വിഷമവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ പുറത്തതൊന്നും കാണിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം വളരെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ടായിരിക്കും, വളരെ ഹാപ്പിയാണെന്ന് നിങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അവരാണ് ചീറ്റ് ചെയ്തതെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട് എന്നവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്നേഹമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് സ്നേഹമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. നിങ്ങളെ വേറെ ആകെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ ഒറ്റയ്ക്കുള്ള നിങ്ങളുടെ ഉയർച്ച അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് മാത്രമേ ഉള്ളൂ. ഇവരുടെ കൂടെ നിൽക്കാതെ ഇവരുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഉയർച്ച തന്നാൽ അതിൻ്റെ ഒരു ഭാഗം അവർക്ക് ആണല്ലോ. പക്ഷേ അവരില്ലാതെ നിങ്ങൾക്ക് വളരെ ഉയർച്ചയൊന്നും വേണ്ട എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുന്നോട്ടേക്ക് പോയി, യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ടായിരിക്കാം. അവർ പോലും പ്രതീക്ഷിക്കാത്ത ഉയർച്ച നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ പോലും അതൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആണ്. ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്? ചില സമയം ഒരു ക്ലാരിറ്റിയും കിട്ടാതെ ഇരുന്ന് പോകുന്നുണ്ട് അവർ. പക്ഷെ എന്നാലും കുറ്റം മുഴുവൻ ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ അതവർക്ക് താല്പര്യമില്ല എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ ടെംപ്ടേഷനാണ്. അപ്പം ഇവരെ ആരോ ഒന്ന് പ്രലോഭിപ്പിച്ച് അവരെ കുറേ തെറ്റിലേക്ക് കൊണ്ടുപോയതായിരിക്കാം. അവരതിൽ പോവുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. അപ്പം നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്തു. അപ്പം ഇവരിപ്പോഴും ഹാൻഡ് മൈൻഡായിട്ടാണ് നിൽക്കണം. ബുദ്ധിയും എല്ലാം ഉണ്ടെങ്കിലും അവർക്കൊരു മൂവ്മെന്റ് ഇല്ല, മുന്നോട്ടേക്ക് പോകാൻ ഒരു പ്രോഗ്രസ് ഇല്ല എന്ന് കാണുന്നുണ്ട്. അപ്പം ഇവർ കമ്പയർ ചെയ്യുന്നുണ്ട് എപ്പോഴും, നിങ്ങളെ അവരെയും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെയായി, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പം നിരാശയാണ്. കാരണം നിങ്ങളില്ലാതെ അല്ലെങ്കിൽ അവരില്ലാതെ ഒറ്റയ്ക്ക് ഒരു മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നം വന്ന് നിങ്ങൾ വീണ്ടും അവരിലേക്ക്, അവരുടെ സഹായം സ്വീകരിച്ച് അവരിലേക്ക് ചെല്ലണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കും എന്തെങ്കിലും ഒരു വലിയ ഇഷ്യൂ വന്നിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവരോട് പറയുമായിരിക്കും, പിന്നെ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. അപ്പം അതിലൂടെ തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇതാണ് അവർക്ക് നിങ്ങളോട് അസൂയുണ്ടോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. അസൂയുണ്ട്. അതിൻ്റെ കാരണവും ഇതാണ്. അപ്പം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, കാരണം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഈ 20K പ്ലസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ, 3-4 ദിവസമേ ഉള്ളൂ. നിങ്ങൾ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയത്. നിങ്ങളോട് എനിക്ക് തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ എൻ്റെ എഫേർട്ട് എടുത്ത് മാക്സിമം എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അതൊക്കെ ഞാൻ ചെയ്യും. പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നന്ദി.